രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് കളികൾ മാറുകയാണ്. ഇപ്പോൾ ഏറ്റവും അവസാനം രാഹുൽ മാങ്കൂട്ടത്തിന്റെ മൊഴിയെടുക്കാൻ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. അതൊരു അഭിഭാഷകൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ മൊഴിയെടുപ്പ്. അപ്പോൾ ഇനി കാര്യങ്ങൾ നിയമപരമായിരിക്കുമല്ലേ മുന്നോട്ട് പോകുന്നത്? ഇതിപ്പോ എനിക്ക് ആദ്യമേ തന്നെ തോന്നുന്നത് ഇതിനകത്ത് പല കാര്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയും, ഇപ്പോൾ കേൾക്കുന്നതെല്ലാം ശരിയാണെങ്കിൽ, പെൺമൊഴികളെല്ലാം ശരിയാണെങ്കിൽ, നമുക്ക് കേരളത്തിൽ അടിയന്തരമായിട്ട് ABC നടത്തേണ്ടത് ബർത്ത് കൺട്രോൾ ആണല്ലോ. അത് തെരുവ് നായിക്കല്ല, മറിച്ച് രാഹുലിനാണ് എന്നാണ്. കാരണം അദ്ദേഹം ഒരു MLA സങ്കല്പിക്കൂ, MLA ആയിട്ട് അവിടെ ഇരിക്കുന്നു. ആ സമയത്ത് പരാതിയുമായിട്ട് സ്ത്രീ വരുന്നു എന്ന് പറഞ്ഞാൽ ഒരു യുവതിയാണെന്ന് വയ്ക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഫോൺ നമ്പർ വാങ്ങിക്കും. ഫോൺ നമ്പറിൽ കൂടി ചാറ്റ് ചെയ്യാൻ തുടങ്ങും. ചാറ്റ് ചെയ്ത് അത് അശ്ലീലത്തിലേക്ക് പോകും. ഈ അശ്ലീലം കുറേ കൂടി കഴിയുമ്പോൾ അത് ഞാൻ നിൻ്റെ വീട്ടിലേക്ക് വരട്ടെ എന്നുള്ളതാവും. ആ വീട്ടിലേക്ക് ഒരു MLA വരുന്നതിന് എന്താണെന്ന് പറഞ്ഞ് ചില ചായയൊക്കെ കൊടുത്ത് സൽക്കരിക്കും. അത് കഴിയുമ്പോഴായിരിക്കും ഈ പറഞ്ഞ ABC ആവശ്യമുള്ള ഒരു പ്രക്രിയയിലേക്ക് ഇദ്ദേഹം കടക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ബോധ്യമാവുന്ന. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ, പെൺ സുഹൃത്തുക്കളാണ്, സംശയമില്ല പറയുന്നു. തെളിവുകൾ പെൺ സുഹൃത്തിൽ ഒരാൾ പറഞ്ഞത് അദ്ദേഹത്തുമായിട്ടുള്ള ഞാൻ എൻ്റെ സുഹൃത്താണെന്നാണ്, ഇപ്പോഴും സുഹൃത്താണെന്ന്. പെൺ സുഹൃത്ത് ഒരാൾ പേര് പറഞ്ഞിട്ടുമില്ല അദ്ദേഹത്തിൻ്റെ. രാഷ്ട്രീയത്തിൽ ഈ മാറ്റം വരുത്താൻ വേണ്ടിയിട്ടാണ് താൻ പറയുന്നതെന്നാണ് പറയുന്നത്. ഇത്ര പരിഹാസ്യമാണത്. ജസ്റ്റിസ് വർമ്മയും അതുപോലെ തന്നെ എത്രയോ ജഡ്ജിമാരും അതുപോലെ തന്നെ MP മാരും MLA മാരും ഒന്നും ശ്രമിച്ചിട്ട് നടക്കാത്ത, നമ്മുടെ മാധ്യമങ്ങളും അവയുടെ മുഖപ്രസംഗങ്ങളും ഒക്കെ പറഞ്ഞിട്ട് ശരിയാവാത്ത ഒരു കാര്യം താൻ ഒറ്റയ്ക്ക് അങ്ങ് ശരിയാക്കി കളയാമെന്ന് ഒരു അവതാരക വിചാരിച്ചാൽ അതിൽ പരം ഹാസ്യമുളവാക്കുന്ന വേറൊരു കാര്യമില്ല. അതുകൊണ്ടാണ് പേര് പറയുന്നത്. അതിൽ ഒരു പരിഹാസ്യതയുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ ഓർക്കേണ്ടത്, സ്ത്രീകൾക്കെതിരെ നടത്തുന്ന കണ്ണിലേക്ക് 30 സെക്കൻഡിൽ കൂടുതലുള്ള നോട്ടം പോലും അശ്ലീലമാണ്, അത് ശിക്ഷ കിട്ടാവുന്ന ഒരു കുറ്റമാണ് എന്ന് നിബന്ധിക്കുന്ന ഒരു സംസ്ഥാനത്ത്, ഭാരതീയ ന്യായ ശാസന പ്രകാരവും നിബന്ധിക്കുന്ന ഒരു രാജ്യത്ത് ഇങ്ങനെയുള്ള സഭ്യമായ സംഭാഷണങ്ങളുടെ പരിധി വിട്ടിട്ട് അശ്ലീലത്തിലേക്കും ലക്ഷ്മണ രേഖകൾ കടന്നിട്ട് അവിഹിത ബന്ധത്തിലേക്കും കടന്നിട്ട് അവിടെയും സമ്മതത്തോടു കൂടിയാണെങ്കിൽ കുഴപ്പമില്ല. അതിനപ്പുറം ചെന്ന് ഈ പെൺകുട്ടി സഹജമായ സ്ത്രീവാസന കൊണ്ട് തൻ്റെ കുട്ടിയെ സംരക്ഷിക്കണം എന്ന് പറയുമ്പോൾ നിർബന്ധമായിട്ടും അതിനെ കൊന്നിരിക്കണം, അല്ലെങ്കിൽ ഞാൻ ഒഴിയുക എന്ന് പറഞ്ഞ് ഉത്തരവാദിത്തമുള്ള ഒരു രാഷ്ട്രീയക്കാരനൊന്നത്, ഉത്തരവാദിത്തമുള്ള ഒരു MLA പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു MLA ആ നാട്ടിലാണ് എങ്ങനെ വിശ്വസിക്കും? ജനങ്ങളെ സേവിക്കാൻ ഇറങ്ങിയിരിക്കുന്നു. അതാണ് ഈ സേവിച്ച് കഴിയുമ്പോൾ ഇങ്ങനെ അവിടെ പാലക്കാട് എന്ന് പറയുന്നത് നല്ല സൗന്ദര്യമുള്ള സ്ത്രീകളുള്ള സ്ഥലവും കൂടെ. അപ്പോൾ അത് അദ്ദേഹം ഒരു പരിഗണനയായിട്ട് സ്വീകരിച്ചുകൊണ്ട് കാര്യങ്ങൾ നടത്തിക്കുകയാണെങ്കിൽ അവിടെ പ്രശ്നവും ഉണ്ടാകും. ജനങ്ങൾ അതിലൊക്കെ പ്രധാനം അവിടെ കുടുംബിനികളായിട്ടുള്ള സ്ത്രീകൾ, അഭിജാതരായിട്ടുള്ള അവസാനഘട്ട MLA ജനങ്ങൾ കൈകാര്യം ചെയ്യും, അത്ര തന്നെ. അല്ല, അതിന് മുമ്പുള്ള സ്റ്റെപ്പുകളാണ് ഞാൻ ഈ പറഞ്ഞത്. അത് അവസാനം കൈകാര്യം ചെയ്യേണ്ടി വരും. അത് കോടതി തന്നെ ഇടപെട്ടോളും, കൈകാര്യം ചെയ്തോളും, നിയമം കയ്യിലെടുക്കേണ്ട അവസ്ഥ വരില്ല. ഇവിടെ ഞാൻ പറയുന്നത് കുടുംബിനികളായിട്ടുള്ള സ്ത്രീകൾ, മാനമര്യാദയുള്ള സ്ത്രീകൾ ധാരാളം ഈ രാജ്യത്തുണ്ടല്ലോ. ആ സ്ത്രീകളൊക്കെ MLA ആണല്ലോ, ഔദ്യോഗികമായിട്ടുള്ളൊരു വസതിയിലേക്ക് ചെല്ലുമ്പോൾ ഇങ്ങനെയുള്ള ചാറ്റിങ്ങും ചുമ്മാ പഞ്ചാരയടി, നമ്മൾ ഈ നാട്ടും പുറത്ത് പറയുന്ന ഈ ഷുഗർ കോട്ടിങ് അങ്ങനെയുള്ള സാധനങ്ങളും ഒക്കെയാണ് MLAയിൽ നിന്ന് കിട്ടുന്നതെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമൊന്നും ഉണ്ടാവില്ലെന്ന് മാത്രമല്ല, അവരുടെ പ്രശ്നങ്ങൾ ഗുരുതരമാവുകയും അവരുടെ ജീവിതം തന്നെ സ്തംഭിച്ചു നിൽക്കുകയും ചെയ്യും. ഒരേ സമയം പലർക്കും വായിക്കും, അല്ലാതെ ഇത്രയും പേരിലേക്ക് എത്താൻ കഴിയില്ലല്ലോ. ഒരു MLAക്ക് ക്യാരക്ടർ വേണ്ടി. അത്യാവശ്യം എല്ലാവരും ക്രിമിനൽസും ഒക്കെ ഉണ്ട്, കാര്യം ശരിയാണ്. പക്ഷേ സ്ത്രീകളോട് പെരുമാറുന്നത്, കാരണം അദ്ദേഹം വോട്ടർമാർ കൂടുതലും സ്ത്രീകളാണ്, അദ്ദേഹത്തിന് വോട്ട് ചെയ്തിരിക്കുന്നത് കൂടുതലും സ്ത്രീകളാണ്. അപ്പോൾ അത് ഒരു ശരിയായിട്ട് ഈ രാജ്യത്തിൻ്റെ നിയമവാഴ്ചയെ തന്നെ, ക്രമസമാധാനത്തെ തന്നെ ബാധിക്കുന്ന ഒരു കാര്യമല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ബാലാവകാശ കമ്മീഷൻ ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് തരണമെന്ന് DGPയോട് ആവശ്യപ്പെട്ടു ഒരു ദിവസം മുമ്പേ. ആ DGPയുടെ നടപടിക്ക് അപ്പുറം ഷിൻഡോ സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞ അഭിഭാഷകൻ, അദ്ദേഹത്തിന് ഈ അബിൻ വർക്കിയോ മറ്റോ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായിട്ട് വരാൻ താല്പര്യമുള്ള ആളാണെന്നൊന്നും എനിക്കറിയില്ല. അദ്ദേഹത്തിൻ്റെ താല്പര്യം എന്തുമായിട്ട് അത് കേസുണ്ട്, ഒരു ലോക്കൽ സ്റ്റാൻഡിയുള്ള കേസാണ്. അദ്ദേഹം കൊടുത്തിരിക്കുന്ന കേസ് എന്താ? ഒരു സ്ത്രീയെ ഗർഭഛിദ്രത്തിന് പ്രേരിപ്പിച്ചു എന്ന കുറ്റത്തിന് നിർബന്ധിച്ച് പ്രേരിപ്പിക്കുകയാണല്ലോ. അല്ലെങ്കിൽ ഞാൻ ഒഴിയുമെന്ന് പറയുമ്പോൾ അവിടെ പ്രേരിപ്പിക്കുകയാണല്ലോ.
പ്രേരണാക്കുറ്റം. അത് ചെയ്തിട്ടില്ലെങ്കിലും പ്രേരണാക്കുറ്റമുണ്ട്. അത് ചെയ്യിപ്പിച്ച ആള് അറസ്റ്റ് ചെയ്യണം. അതിന് വ്യവസ്ഥയുണ്ട്. ഒരു സ്ത്രീയോട് ഇങ്ങനെ മോശമായിട്ട് പെരുമാറിയതല്ല, പ്രവർത്തിച്ച ആള് ശിക്ഷാർഹനാണ്. ആ പെണ്ണ് മൊഴി കൊടുക്കണമെന്നില്ല, അല്ലാതെ തന്നെ കേസെടുക്കാവുന്ന വ്യവസ്ഥയുണ്ട് ഭാരതീയ നീതിന്യായ ശാസനയിൽ. അപ്പോൾ അവിടെ അതുകൊണ്ടാണ് ഈ വക്കീലിന് ഇത് അറിയുക. അതുകൊണ്ടാണ് ഇതിന് ബേസ് ഉണ്ട്, ലോക്കൽ സ്റ്റാൻഡി ഉണ്ട്, ഇങ്ങനെ കേസ് കൊടുത്തിരിക്കുന്നത്. ഇതിനെ തുടർന്നാണ് കേരള ഗവൺമെൻറ്റിൻ്റെ ആഭ്യന്തര വകുപ്പ് പ്രവർത്തനം തുടങ്ങിയിട്ടുള്ളത്. പോലീസ് ഇപ്പോൾ കേസെടുക്കുന്ന കാര്യം പരിഗണിക്കുക. ആദ്യം പറഞ്ഞ് നിൽക്കുക, വരട്ടെ. കാരണം ഈ പെൺകുട്ടി അത് നിഷേധിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞ ഇയാളുടെ പേരല്ലല്ലോ, നിങ്ങൾ എന്തെങ്കിലും കേസെടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു പ്രശ്നം ഉദിക്കുന്നില്ലേ? ഞാനൊരിക്കലും പറഞ്ഞിട്ടില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ഞാൻ ഈ രാഷ്ട്രീയം നന്നാക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തീർന്നു. അപ്പം ദുർബലമാണ് പെൺമൊഴി എന്ന് പറയുന്നത് ഒരു കേസിൽ. പക്ഷെ മറ്റൊരു കേസിൽ വളരെ പ്രബലമാണ്. അശ്ലീല സംഭാഷണങ്ങൾ വന്നതോടുകൂടി ഞാൻ നിർത്തി. ഗർഭചിത്രത്തിനാണ് സംഭാഷണം വന്നിരിക്കുന്ന ഓഡിയോ ടേപ്പ് പരിശോധിക്കാം. ഫോറൻസിക് റിപ്പോർട്ട് വരിക ഇത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആണെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ അയാളെ ജയിലിൽ പോകേണ്ടി വരും. അങ്ങനെ കേസുകളുടെ നൂലാമാലകൾ ഇങ്ങനെ കൂടുമ്പോൾ ഞാൻ പറയുന്നത് കോൺഗ്രസ്സിന് ബുദ്ധിപരമല്ല. MLA ഇതിപ്പം വേറെ അവർ പറയുന്ന PK ശശി, P ശശി, അതുപോലെ മുകേഷ്, ഗണേഷ് ഇതിൻ്റെ ആശാനാണെന്നും പറഞ്ഞാണ് അവർ വാദിക്കുന്നത്. അങ്ങനെയുള്ള ആൾക്കാരുടെയൊക്കെ പേര് പറഞ്ഞാൽ, പക്ഷേ അവർക്ക് വന്നിട്ടുള്ള കേസുകളെന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. തുടർച്ചയായിട്ട് വന്നിട്ടില്ല കേസ്. ഒരു കേസ് ഇങ്ങനെ വന്നു. അതിൻ്റെ ഈ ഒരെണ്ണം മുകേഷിൻ്റെ കാര്യത്തിൽ ആ കാലനിർണ്ണയം വളരെ താമസിച്ചാണ് നടന്നിട്ടുള്ളത്. ഇത് അത്ര താമസിച്ചിട്ടുള്ള കേസല്ല. 8 വർഷം 12 വർഷം താമസിച്ച കേസൊന്നും അല്ലത്. ഇത് ലൈവാണ് സംഭവം. പിന്നെ ഇതിന് ശേഷം തുടർന്ന് കൂടുതൽ പെൺകുട്ടികൾ ധൈര്യം കാണിക്കുകയാണ്. മീറ്റു പോലൊരു ക്യാമ്പയിനിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഇനി എന്താണ് നാളെ സംഭവിക്കുക എന്ന് അറിയാൻ പറ്റില്ല. കോൺഗ്രസ് സേഫായിട്ട് ഇനി 6 മാസം മാത്രമേ ഉള്ളൂ. ഇനി ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാവാൻ സാധ്യതയില്ല. പീരുമേട്ടിലും ഉണ്ടാവാൻ സാധ്യതയില്ല. വാടൂർ സോമൻ മരിച്ചെടുത്ത്. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ 6 മാസത്തെ MLA സ്ഥാനം എന്തിനാ അവിടോട്ട് ഇനി മര്യാദയ്ക്ക് കടക്കാൻ പറ്റുമോ? അവിടെ ഒരു നിയമസമാധാന പ്രശ്നം ഉണ്ടാവും. പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഈ MLA പിന്നെ ജയിപ്പിച്ച് വിടുകയില്ല പാലക്കാട്ടിലെ മണ്ഡലത്തിൽ. അപ്പോൾ നിങ്ങളൊരു പൊളിറ്റിക്കൽ സ്റ്റഡി നടത്തി നോക്കുക. ആ സ്റ്റഡിയുടെ ഇപ്പോൾ ഉപദേശിക്കുന്നതല്ല കോൺഗ്രസ്സിനെ. എനിക്ക് തോന്നുന്നില്ല ഇറ്റ് ഈസ് ലെസ് ദാൻ കോമൺ സെൻസ് ടു റീറ്റെയിൻ ദി MLA എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ സിറ്റുവേഷൻ. കാരണം മറ്റവരുടെയൊക്കെ കേസ് വരുമ്പോൾ തെരഞ്ഞെടുപ്പ് വളരെ അകലെയായിരുന്നു, അല്ലേ? ഒരു ഉപതെരഞ്ഞെടുപ്പ് പോലും അതിനടുത്തില്ലായിരുന്നു ആ കേസുകൾ വരുമ്പോൾ. ഇപ്പം അങ്ങനല്ല. ആ തദ്ദേശ തെരഞ്ഞെടുപ്പ് രാജിവെച്ച അത് രാഹുലിനും ഗുണമാണ്. രാഹുലിനും ഗുണം, കോൺഗ്രസിന് ഗുണം. രാഹുലിന് ഗുണമെന്ന് ഞാൻ പറയില്ല, പക്ഷെ കോൺഗ്രസിന് ഗുണം. രാഹുലിന് തെറ്റുതിരുത്തി തിരിച്ചു വരാനുള്ള രാഹുലിന്റെ ഗുണം ചെയ്യുക എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഈ ശബ്ദം ഒന്ന് ഫോറൻസിക് പരിശോധനയിലൂടെ അദ്ദേഹം അല്ലെങ്കിൽ ഈ പെൺകുട്ടികൾക്കെതിരെ മാനനഷ്ട കേസ് കൊടുക്കണം. എന്നെ അപമാനിക്കുന്നു. ഞാനാണെങ്കിൽ അങ്ങനെ ചെയ്യും. എനിക്കെതിരെ ഒരു പെൺകുട്ടി പറഞ്ഞാൽ അപ്പോൾ ആ നിമിഷം ഞാൻ എൻ്റെ ശുദ്ധി തെളിയിക്കേണ്ട എൻ്റെ ആവശ്യം അത് ഞാൻ പോയിരിക്കും 100%. ഞാൻ അങ്ങനെയാണ് മാനം മര്യാദയായിട്ട്. ഞാൻ ചെറുപ്പക്കാരനൊന്നുമല്ല, വയസ്സൻ തന്നെയാണ്. എങ്കിലും പറയുകയാണ്, എനിക്കെതിരെ ഇത് ചിലപ്പോൾ അങ്ങനെ വ്യാജ ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. സ്ത്രീകൾ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്കൊരു ലോക്കൽ സ്റ്റാൻഡി ഉണ്ട്. തീർച്ചയായിട്ടും നമുക്ക് ധൈര്യമായിട്ട്, നമ്മുടെ മടിയിൽ കനമില്ലെങ്കിൽ നമ്മൾ വഴിയിൽ ഭയക്കേണ്ട കാര്യം എന്താ? ആരെയാണ് ഭയക്കേണ്ടത്? ആ ധൈര്യം കാണിക്കുന്നില്ല രാഹുൽ. പെൺകുട്ടിയോട് കാണിച്ച ആ ധൈര്യം ഇക്കാര്യത്തിൽ കാണിക്കുന്നില്ല നിയമത്തോട് രാഹുൽ. അതാണ് സംശയമായിട്ടെൻ്റെ മുന നീളാൻ കാരണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.